ഖത്തർ ലോകകപ്പിൽ ലയണൽ മെസ്സിയും സംഘവും വിശ്വവിജയികളായത് എമിലിയാനോ മാർട്ടിനസ് എന്ന ഗോളിയുടെ കൈകാര്യത്തിലായിരുന്നു. നെതർലൻഡ്സിനെതിരായ ക്വാർട്ടർ ഫൈനലിലും ഫ്രാൻസിനെതിരായ ഫൈനലിലും കളി അധിക സമയവും പിന്നിട്ട് ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയപ്പോൾ രക്ഷകന്റെ റോളിൽ എമി മാർട്ടിനസ് ഉണ്ടായിരുന്നു. ലോകകപ്പിലെ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരവും അർജന്റീനയുടെ കാവൽക്കാരനെ തേടിയെത്തി. പെനാൽറ്റി കിക്കെടുക്കാനെത്തുന്ന എതിർ താരത്തിന്റെ മാനസിക സമ്മർദ്ദം ഉയർത്താനും ആധിപത്യം സ്ഥാപിക്കാനുമുള്ള എമിയുടെ ചില പൊടിക്കൈകൾ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഫിഫ പെനാൽറ്റി നിയമത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു. എങ്കിലും അർജന്റീനക്കാർക്ക് എമി മാർട്ടിനസ് എന്നും ഹീറോയാണ്. ഗോൾ വലയ്ക്ക് മുമ്പിലെ എമിയുടെ അസാധ്യമായ വഴക്കത്തിന് കണക്കുകളും അടിവരയിരുന്നു. ഇതുവരെ 24 പെനാൽറ്റി കിക്കുകൾ നേരിട്ട താരം 9 എണ്ണമാണ് തടുത്തിട്ടത്. 3 എണ്ണം എതിർ താരങ്ങൾ പാഴാക്കുകയും ചെയ്തു. 12 കിക്കുകൾ മാത്രമാണ് എമിയെ കടന്ന് പോസ്റ്റിനുള്ളിൽ കയറിയത്. എമി മുന്നിൽ നിൽക്കുമ്പോൾ പെനാൽറ്റി കിക്കുകൾക്ക് പകുതി ഗോൾ സാധ്യത മാത്രമേ ഉള്ളൂവെന്നർത്ഥം. 2021 കോപ്പ അമേരിക്ക സെമി ഫൈനലിലെ കൊളംബിയക്കെതിരായ പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു എമി മാർട്ടിനസിന്റെ ബ്രില്യൻസ് ലോകം അതിശയത്തോടെ നോക്കി നിന്നത്. അന്ന് 3 കിക്കുകൾ തടുത്തിട്ടപ്പോൾ അർജന്റീന 3-2 ജയിച്ചു കയറി. പിന്നീടായിരുന്നു ലോകകപ്പിലെ അസാമാന്യ പ്രകടനത്തിന് ലോകം സാക്ഷ്യം വഹിച്ചത്. നെതർലൻഡ്സിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ 2 കിക്കുകൾ തടുത്തിട്ടപ്പോൾ ജയം 4-3 ഫ്രാൻസിനെതിരായ ഫൈനലിൽ അധിക സമയത്തിന്റെ അവസാന നിമിഷത്തിൽ ഫ്രാൻസിന്റെ ഉറച്ച ഗോൾ തട്ടിമാറ്റി മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീട്ടിയ എമി അതിൽ 1 കിക്ക് തടുത്തിട്ടും മറ്റൊന്ന് എതിർ താരം പാഴാക്കുകയും ചെയ്തതോടെ 4-2 മത്സരം ജയിച്ച് മെസ്സി കിരീടവും സ്വന്തമാക്കി. 2024 കോപ്പ അമേരിക്ക കിരീടം നിലനിർത്താൻ ഇറങ്ങിത്തിരിച്ച അർജന്റീന ഇക്വഡോറിനെതിരെ ക്വാർട്ടറിൽ നിശ്ചിത സമയത്ത് സമനിലയിൽ കുരുങ്ങി മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങിയപ്പോൾ അവരുടെ മുഴുവൻ പ്രതീക്ഷയും വലകാക്കാൻ എമിയുണ്ടെന്നതായിരുന്നു. മത്സരശേഷം മെസ്സി ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. മെസ്സി എടുത്ത ആദ്യ ക്രോസ് ബാറിൽ തട്ടി ആകാശത്തേക്ക് പറന്നപ്പോൾ അടുത്ത 2 കിക്കും തടുത്തിട്ടാണ് എമി പ്രതീക്ഷയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. 4-2 അർജന്റീന ജയിച്ചു കയറിയപ്പോൾ ഗോൾ പോസ്റ്റിന് മുന്നിൽ അജയനായ പോരാളിയെ വീണ്ടും വാഴ്ത്തുകയാണ് അർജന്റീന ആരാധകർ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾ ബൈ സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.